അപൂർവ ഗോത്ര കലകളുടെ അവതരണത്താൽ ശ്രദ്ധേയമായി ഗുരുവായൂരിലെ കലോത്സവ നഗരി. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയ മംഗലം കളി വ്യത്യസ്തത പുലർത്തി. മേഘ ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പന്ത്രണ്ട് മുതൽ 16 വരെയുള്ള ആളുകളടങ്ങുന്ന സംഘമാണ് മംഗലം കളി അവതരിപ്പിച്ചത്. തനതായ വേഷവും ഭാഷയും അവതരണത്തിൽ ഉൾപ്പെടുത്തിയ പ്രാചീന ഉപകരണങ്ങളും മംഗലം കളിയെ വേറിട്ട് നിർത്തി. വേദി 5-ലാണ് കാണികളെ കയ്യിലെടുത്ത മംഗലം കളി അരങ്ങേറിയത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2-ഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1 ടീമുമാണ് മത്സരിച്ചത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മമ്മിയൂർ LF സ്കൂളാണ് മുന്നിലെത്തിയത്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഗോത്രകലാ മത്സരങ്ങളിൽ വിധികർത്താവായി പ്രവർത്തിച്ചു വരുന്ന കേരള ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ജേതാവുമായ മോഹനൻ ബാനം, നർത്തകിയും പാട്ടുകാരിയുമായ ഭവ്യശ്രീ, കൊറിയോഗ്രാഫർ രാജേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് വിധി നിർണയം നടത്തിയത്. വ്യത്യസ്തത ഏറെ പുലർത്തിയ മത്സരം നിലവാരമുള്ളതായിരുന്നുവെന്ന് വിധികർത്താക്കൾ പറഞ്ഞു. ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രചാരമുള്ള ഒരു കലാരൂപമാണ്. ഈ കലാരൂപം കണ്ടപ്പോൾ തന്നെ ആർക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഈ കാണികൾക്ക് ഉണ്ടാവും. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് തനത് വേഷം ഉണ്ടാവണം. തൊടിയാണ് പ്രധാനമായും ഉപയോഗിക്കേണ്ടത്. ജില്ലയിലേക്ക് പോകാൻ അർഹത നേടിയത് കോഡ് നമ്പർ 3 ഇതാദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിന്റെ മത്സര മാനുവലിൽ ഗോത്രകലകൾ ഉൾപ്പെടുത്തുന്നത്. പല വിദ്യാലയങ്ങളിലും മത്സരത്തിനായി സംഘത്തെ ഒരുക്കാൻ സാധിച്ചിരുന്നില്ല. ഗോത്ര ചരിത്രവും സംസ്കാരവും ഉൾക്കൊണ്ടുള്ള നൃത്താവതരണം എന്ന നിലയിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ മത്സരാർത്ഥികൾക്ക് ആവശ്യമായി വന്നിരുന്നു. ഇക്കുറി മത്സരിക്കാൻ ടീമുകൾ കുറഞ്ഞെങ്കിലും അടുത്ത വർഷമാകുമ്പോഴേക്കും ഈ കുറവ് പരിഹരിക്കാനാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ടീം CCTV.